അശ്വിൻ്റെ കുടുംബവുമായി ഇപ്പോൾ പ്രേക്ഷകർ ദിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. ദിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കെതിരെ അശ്വിൻ്റെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കുന്നവർ, അങ്ങനെ രണ്ട് വിഭാഗം ആൾക്കാരെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ അശ്വിൻ്റെ വീട്ടുകാർ വിരോധമുണ്ടാകുമെന്നും അശ്വിൻ്റെ വീട്ടുകാർക്ക് കുഞ്ഞിനെ കാണാൻ സാധിക്കാത്തതിൽ അവർക്ക് തന്നെ വളരെയധികം വിഷമമുണ്ടെന്നൊക്കെ പലരും പറഞ്ഞെത്തുകയും, എന്നാൽ ആരുടെയും വിഷമം തന്നെ ബാധിക്കില്ല എന്നും തൻ്റെ കുഞ്ഞിൻ്റെ സേഫ്റ്റി മാത്രമാണ് താൻ നോക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ദിയയും എത്തുകയാണ്. ഇപ്പോൾ വളരെയധികം അശ്വിനെ കാണുന്നത് കുറവാണ് എന്നും അശ്വിൻ ഇപ്പോൾ ദിയയുടെ വ്ളോഗിൽ അധികം വരാറില്ലെന്നുമൊക്കെ പറയുന്നവർക്ക് വേണ്ടി മറുപടിയായി ദിയ ഒരു വ്ളോഗ് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇവരുടെ കുടുംബവുമായി യാതൊരു പ്രശ്നവുമില്ല, അശ്വിൻ്റെ കുടുംബവുമായും ദിയയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രകാരം മനസ്സിലാക്കുന്നതുമെല്ലാം തന്നെ ആളുകൾക്കാണ് പ്രശ്നം എന്നത്. ദിയയുടെ കുടുംബത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു, അല്ലെങ്കിൽ അവരോടൊപ്പം മോമി കൂടുതൽ സമയം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും എത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ സത്യമെന്ന് പറഞ്ഞേ മതിയാകൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിയയുടെ വീട്ടുകാർക്ക് കിട്ടുന്ന സമയം പോലെ തന്നെ അശ്വിൻ്റെ വീട്ടുകാർക്കും കിട്ടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. അതാണ് ആരാധകർ തന്നെ പറയുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ആരാധകർ പ്രേക്ഷക പ്രീതിയോടെ കാണുന്ന വാർത്തയോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതോടൊപ്പം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്ത അതുതന്നെയായി മാറുകയാണ് ഇപ്പോൾ ഇത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേർ ഏറ്റെടുക്കുന്ന കാര്യവും ദിയയുടെ മറുപടി തന്നെയാണ്. കഴിഞ്ഞ ദിവസവും ദിയ ഇത് പങ്കുവച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് അശ്വിൻ്റെ വീട്ടുകാരെ അല്ല ദിയ ഈ പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ച് തന്നെയാണ് ദിയ പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു താരം തന്നെയാണ് ദിയ എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ദിയയുടെ മകനും ആ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. മകനെ നോക്കാനും ഭക്ഷണം തയ്യാറാക്കി തരാനും ആളുകൾ ധാരാളം ഉണ്ടെന്നതുകൊണ്ട് തന്നെ ബിസിനസ് അടക്കമുള്ളവയിൽ ശ്രദ്ധ ചെലുത്താൻ ദിയയ്ക്ക് സമയം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണകുമാരും സിന്ധുവും ദിയയുടെ സഹോദരിമാരും എല്ലാം താഴത്തും തലയിലും വെക്കാതെയാണ് ഓമിയെ സ്നേഹിച്ചു പരിപാലിക്കുന്നത്. 8 മാസക്കാരൻ ഓമിക്ക് ദിയയെക്കാളും അച്ഛൻ അശ്വിനെ പ്രിയം മുത്തച്ഛൻ കൃഷ്ണകുമാറിനെയാണ് എന്നെല്ലാവരും പറയുന്നു. അത് ദിയ തന്നെ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ദിയ പങ്കിടുന്ന വ്ളോഗുകളിൽ ഓമിയുടെ പെരുമാറ്റത്തിൽ നിന്നും അത് വ്യക്തവുമാണ്. പുതിയ വ്ളോഗിൽ മുത്തശ്ശിനൊപ്പം തന്നെ ഇപ്പോൾ ഓമി ഗാർഡനിൽ സമയം ചിലവഴിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ സമയം കാണുമ്പോൾ അശ്വിൻ്റെ വീട്ടുകാർ ഇത് കാണുമ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമമുണ്ടാകും. അവരോടൊപ്പം ആ കുഞ്ഞ് സമയം ചിലവഴിക്കുന്നില്ല, അവർക്ക് ആ കുഞ്ഞിനൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് എല്ലാവരുടെയും പരാതി. എന്നാൽ ഇങ്ങനെ ഒന്നുമല്ല, അശ്വിൻ്റെ വീട്ടുകാർക്കും സമയമുണ്ട്, അവർക്കും കുഞ്ഞിനെ കാണാൻ സാധിക്കുന്നുണ്ട്. മകൻ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം സമയം ചിലവഴിക്കുന്ന ക്ലിപ്പുകൾ ദിയ വ്ളോഗിൽ ഉൾപ്പെടുത്തിയാൽ പ്രധാനമായും വരുന്ന ഒരു കമൻറ്റ് അശ്വിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. ദിയ എപ്പോഴും തന്നെ സമയം ചിലവഴിക്കുമ്പോൾ തന്നെ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പേരക്കുട്ടിയെ താലോലിക്കാൻ തന്നെ കാണാൻ പോലും കിട്ടുന്നുണ്ടാവില്ല തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കുഞ്ഞിനെ അശ്വിൻ്റെ കുടുംബത്തിൽ നിന്നും അകറ്റി എന്നുള്ള തരത്തിൽ മുമ്പും ദിയയ്ക്കെതിരെ വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു വ്യക്തി കൂടിയാണ് ദിയ എന്ന് നമ്മൾ എടുത്തു പറയണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.